അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ 14 സ്ഥലങ്ങളിൽ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. ആ സുജൂദിന് തിലാവത്തിൻ്റെ സുജൂദ് എന്നാണ് പറയാറുള്ളത്. ഈ സുജൂദ് ചെയ്യൽ ഓതുന്നവനും ഓതി കേൾക്കുന്നവനും സുന്നത്താണ്. നിസ്കാരത്തിലാണെങ്കിലും ഈ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട് എന്നുള്ളതാണ്. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഓതുന്ന സമയത്ത് തിലാവത്തിൻ്റെ ആയത്തുകൾ പരിപൂർണമായി ഓതിയതിന് ശേഷം, അതല്ലെങ്കിൽ ഓതി കേട്ടതിന് ശേഷമാണ് ഈ സുജൂദ് നാം ചെയ്യേണ്ടത്. നിസ്കാരത്തിലാണെങ്കിൽ ഈ സുജൂദ് ചെയ്യുമ്പോൾ നാം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് സുജൂദിൽ പോവുകയും സുജൂദിൽ ചെല്ലാറുള്ള തിലാവത്തിൻ്റെ ദിക്ർ ചൊല്ലിയതിന് ശേഷം വീണ്ടും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഖിയാമിൽ വന്നുകൊണ്ട് ഖുർആനിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഓതുകയാണ് വേണ്ടത്. ഇനി അതല്ല, നിസ്കാരത്തിൻ്റെ പുറത്താണെങ്കിൽ ഈ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. ആ സമയത്ത് നാം ശ്രദ്ധിക്കേണ്ടത്, നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ മുഴുവനും പാലിച്ചുകൊണ്ടാണ് അവൻ സുജൂദ് ചെയ്യേണ്ടത്. അതായത് അവന് വുളു ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ അവൻ ഔറത്ത് മറക്കണം, ഖിബിലയിലേക്ക് മുന്നിടണം. ഇക്കാര്യങ്ങൾ മുഴുവനും അവൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിന് പുറമെ ഞാൻ തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യുന്നു എന്ന് അവൻ കരുതുകയും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് തക്ബീർ കെട്ടുകയും വീണ്ടും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ സുജൂദിൽ പോവുകയും സുജൂദിൽ ചെല്ലേണ്ട ദിക്ർ ചെല്ലിയതിന് ശേഷം വീണ്ടും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഇരുന്ന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ് അവൻ സലാം വീട്ടേണ്ടതുണ്ട്. ഈ സുജൂദിൽ നാം ചെല്ലൽ സുന്നത്തുള്ള ദിക്ർ എന്നുള്ളത് സജദ വജിഹിയ ലില്ലദി ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന ഈ ദിക്ർ ചൊല്ലലാണ് സുന്നത്ത്. ഈ ദിക്ർ നമുക്ക് മനപ്പാടമില്ലെങ്കിൽ സുബ്ഹാന റബ്ബിയൽ അഅ്ല വബിഹംദിഹി എന്ന ദിക്ർ 3 തവണ ചൊല്ലിയാലും മതിയാകും.